ഹായ് ഹലോ നമസ്കാരം. ദിസ് ഈസ് മിക്കി മാക്. വെൽക്കം ടു SSC കേരള ഹെൽപ്പേഴ്സ്. കഴിഞ്ഞ ദിവസം SSC ഒരു നോട്ടീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2025ന്റെ പോസ്റ്റ് പ്രിഫറൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നോട്ടീസാണ്. നമുക്കറിയാം Tier 2 എക്സാം നമ്മുടെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ മാർക്സ് വന്നിട്ടുണ്ട്, റോ സ്കോർ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത് പോസ്റ്റ് പ്രിഫറൻസ് ആണ്. അതായത് നിങ്ങൾക്ക് ഏത് പോസ്റ്റ് വേണമെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടും നമ്മുടെ സ്കോർ അനുസരിച്ചിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഏത് പോസ്റ്റ് വേണം എന്നുള്ളത്. അപ്പോൾ അതിന്റെ ഒരു നോട്ടീസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ റാങ്ക് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പ്രിഫറൻസ്. അപ്പോൾ നമുക്ക് നല്ല റാങ്ക് ഉണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ റാങ്കിനനുസരിച്ചിട്ടുള്ള പോസ്റ്റുകളായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിന്റെ ഒരു നോട്ടീസാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതായത് ഓൾ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ Tier 2 are advised to submit their option cum preference form for post department for CGL 2025 through their respective candidate login on the website. അതായത് SSCയുടെ വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അതിനൊരു സമയം പറഞ്ഞിട്ടുണ്ട്. 9/3/2026 വൈകിട്ട് 6 മണി മുതൽ 12/3/2026 6 മണി വരെയാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ CGLന്റെ Tier 2 എഴുതിയിട്ടുള്ള എല്ലാവരും തന്നെ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ നിങ്ങൾക്ക് സ്കോർ കുറവാണെങ്കിലും സ്കോർ കൂടുതലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആൾക്കാർ എന്തായാലും കൊടുക്കും. അപ്പോൾ നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം, കുറവായിട്ടുള്ള ആൾക്കാരാണെങ്കിലും കൊടുക്കണം എന്നാണ്. കാരണം ഇതൊരു അവസരമാണ് എല്ലാവർക്കും കിട്ടുന്ന. ഇപ്പോൾ CGL Tier 1 എഴുതിയിട്ട് തോറ്റ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല അല്ലേ. ഇപ്പോൾ Tier 2 എഴുതിയിട്ടുള്ള ആൾക്കാരൊക്കെ കിട്ടൂ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുമ്പോൾ സപ്പോസ് സ്കോർ കുറവുള്ള ആൾക്കാണ് ഉറപ്പായിട്ട് അടുത്ത CGL നല്ല സ്കോർ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു എക്സ്പീരിയൻസ് ആണ്. അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 270 എബോവ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്തായാലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം. ഒരു 270 മാർക്കിലൊക്കെ മുകളിൽ ഇപ്പോൾ റോ സ്കോർ നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തായാലും പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം എന്നാണ്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായിട്ടൊരു സംഭവം എന്ന് പറഞ്ഞാൽ സ്കോർ കുറവുള്ള പല ആൾക്കാരും കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാണ്ടിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാത്ത ഒരാൾക്ക് ജോലി കിട്ടില്ല. അതാണ് ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അതായത് പ്രിഫറൻസ് കൊടുത്തിട്ടില്ലെങ്കിൽ SSC സ്വന്തമായിട്ട് അവന് ഇത്രയും മാർക്ക് ഉണ്ടല്ലോ, അപ്പൊ അത് കാരണം ഈ പോസ്റ്റ് അവന് കൊടുക്കാം എന്ന് SSC ചെയ്യില്ല എന്ന് SSCയുടെ നോട്ടിഫിക്കേഷനിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടൈം പീരീഡിൽ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാം. 270 ഉള്ള ആൾക്കാണെങ്കിലും ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ്റ്റേക്ക് വന്നിട്ടൊക്കെ സ്കോർ കൂടുതൽ വന്നിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയും സംഭവിക്കാം. നമുക്ക് ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്ന സംഭവം ഇതുവരെ വന്നിട്ടില്ല അല്ലെ, ഫൈനൽ കീ വന്നിട്ടില്ല. അപ്പോൾ റോ സ്കോർ ആണ് നമുക്ക് അറിയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ SSC ചെയ്യേണ്ട ഒരു കാര്യം ഫൈനൽ കീ വന്നതിന് ശേഷം പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ടുള്ള സമയം കൊടുക്കുന്നുള്ള. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും നമുക്ക് ഇത്രയാണ് സ്കോർ. അപ്പോൾ ഒരു റോ സ്കോറിന് മുകളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഫൈനൽ ആൻസർ കീ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മടിച്ചു നിൽക്കാണ്ട് നമുക്കൊരു 3 ദിവസം സമയം ഉണ്ടെങ്കിൽ നന്നായിട്ട് ആലോചിച്ചിട്ട് മുമ്പ് എക്സാംസ് എഴുതിയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ച് അവരെങ്ങനെയാണ് പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഏത് ജോലിയാണ് അല്ലെങ്കിൽ ഏത് പോസ്റ്റാണ് ബെറ്റർ ആയിട്ട് തോന്നാം, നിങ്ങൾക്ക് ഇവിടെ തന്നെ നാട്ടിൽ കിട്ടാനായിട്ടുള്ള സൗകര്യമുള്ള ജോലിയുണ്ടോ, അല്ലെങ്കിൽ സൗത്തിൽ വരാൻ മാത്രം പറ്റുന്ന ജോലികളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർത്താണ് താല്പര്യമെങ്കിൽ നിങ്ങളുടെ സ്കോർ അനുസരിച്ചിട്ട് ഏത് പോസ്റ്റ് കിട്ടും എന്നുള്ളതൊക്കെ മുമ്പ് എക്സാം എഴുതി ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാർ, പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള ആൾക്കാർ, അവരോടൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സബ്മിറ്റ് ബട്ടൺ കൊടുത്തിട്ടില്ലെങ്കിൽ ആ പ്രിഫറൻസ് സബ്മിറ്റ് ആവില്ല. അപ്പൊ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇത്രയും കാലം നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഏറ്റവും നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പൊ ഇത്രയും നാളും പ്രിപ്പയർ ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സമയത്ത് എത്തുമ്പോൾ ചെറിയൊരു ഫോൾട്ട് കാരണം നമുക്കത് കിട്ടാതെ പോകാൻ പാടില്ല. വളരെ ശ്രദ്ധിച്ച് വേണം ഓരോ പ്രിഫറൻസും കൊടുക്കാനായിട്ട്. അതിന്റെ കൂടെ തന്നെ എന്താണ്, ഈ സബ്മിറ്റ് ബട്ടൺ എന്ന് പറയുന്ന സംഭവം നമ്മൾ മറക്കരുത്. സബ്മിറ്റ് ആവില്ല എന്നുള്ളത് അതുകൊണ്ടാണ് SSC വരെ എടുത്ത് ആ ഒരു കാര്യം പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട് the candidates who have appeared in Tier 2 are required to mandatorily exercise their option cum preference for consideration of their candidature in final merit list എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് എന്തായാലും Tier 2 എഴുതിയിട്ടുള്ള ആൾക്കാർ എന്തായാലും എന്ത് ചെയ്യണം, അവരുടെ ഈ പ്രിഫറൻസ് ഫോം ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. PWD കാൻഡിഡേറ്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റുന്ന പോസ്റ്റുകൾ ഏതാണോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ബാക്കിയുള്ള ആൾക്കാർ അത് തന്നെയാണ്. നമുക്ക് ചില പോസ്റ്റുകൾക്ക് ചില ഫിസിക്കൽ ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്, മെഡിക്കൽ ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതൊക്കെ ഫുൾഫില്ല് ചെയ്യുന്ന പോസ്റ്റുകൾ മാത്രമേ നിങ്ങൾ കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ കളർ ബ്ലൈൻഡ്നെസ് പറ്റാത്ത പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ ആ പോസ്റ്റുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജോലി നമുക്ക് നമ്മുടെ സ്കോർ അനുസരിച്ചിട്ട് അവർ പോസ്റ്റ് അലോട്ട് ചെയ്യും. ആ പോസ്റ്റ് അലോട്ട് ചെയ്ത് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിന് എലിജിബിൾ അല്ല.
ചിലപ്പോൾ ഫിസിക്കലി ആയിരിക്കും എലിജിബിൾ അല്ല, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നമ്മൾ മീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള സാഹചര്യമൊക്കെ വരുമ്പോൾ എന്താണ് ആ ജോലി നമുക്ക് നഷ്ടമാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു പോസ്റ്റ് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നോക്കണം. ഹൈറ്റ് നോക്കണം, അല്ലെങ്കിൽ ചില പോസ്റ്റുകൾക്ക് ഹൈറ്റ് പറയുന്നുണ്ട്, ചില പോസ്റ്റുകൾക്ക് ഈ കളർ ബ്ലൈൻഡ്നെസ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. PWD കാൻഡിഡേറ്റ്സിന് മാത്രം പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാനായിട്ട്. ഇവിടെ പറയുന്നുണ്ട്, ബിഫോർ എക്സസൈസിങ് ദയർ പ്രിഫറൻസ് ഓഫ് പോസ്റ്റ് കാൻഡിഡേറ്റ് മസ്റ്റ് ഗോ ത്രൂ ദ നോട്ടീസ് ഓഫ് എക്സാമിനേഷൻ. അതായത് നമ്മുടെ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്നുള്ളത്. അതൊക്കെ നമ്മൾ നോക്കണം. ഓൾ കാൻഡിഡേറ്റ്സ് ആർ റിക്വസ്റ്റഡ് ടു എൻഷുർ ദാറ്റ് ദേ ഫുൾഫിൽ ദ റിക്വസിറ്റ് ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഫോർ ദ പോസ്റ്റ് ബിഫോർ സബ്മിറ്റിംഗ് ദ പ്രിഫറൻസ് ഫോം. അപ്പൊ അതുണ്ടെങ്കിൽ മാത്രമേ, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ ഒരു പോസ്റ്റ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ പോസ്റ്റ് അവർ കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ റാങ്ക് അനുസരിച്ചിട്ട് ആ പോസ്റ്റ് അലൗട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ആ ജോലി കിട്ടില്ല. അതുപോലെ തന്നെ പോസ്റ്റ് പ്രിഫറൻസ് 12/3/2026 പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാത്ത ആളുകൾക്കും എന്തുണ്ടായിരിക്കില്ല, ജോലി കിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും കാലം പ്രിപ്പയർ ചെയ്തതും കഷ്ടപ്പെട്ടതൊക്കെ എന്താണ്, ഒരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ അവസാനത്തെ ഒരു സ്റ്റേജിന്റെ അടുത്താണ് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ഈ പോസ്റ്റ് പ്രിഫറൻസ് എന്ന് പറയുന്നത് നന്നായിട്ട് ആലോചിച്ച് മനസ്സിലാക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ഡേറ്റിന്റെ ഉള്ളിൽ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം.